നമസ്കാരം. വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പിട്ട് എൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് അനുഗ്രഹങ്ങളെയും മിറക്കിൾസിനെ കുറിച്ചൊക്കെയാണ് ഞാനൊരു സീരീസ് പോലെ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ സംഭവിച്ച ഒരു മിറക്കിളിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാനൊരു 14-15 വയസ്സ് വരെ വളരെ കൃഷ്ണഭക്തയായിരുന്നു. എല്ലാ ഞായറാഴ്ചകളിലും തുളസിമാല കെട്ടി അമ്പലത്തിൽ പോവുക, അങ്ങനെയൊക്കെയുള്ളൊരു ശീലത്തോടു കൂടിയും ബാലഗോകുലം ക്ലാസ്സിന് പോവുക, ഗീത ക്ലാസ്സിന് പോവുക, ഗീതാ പദ്യപാരായണത്തിന് പോവുക, അങ്ങനെയൊക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാനൊരു 14 വയസ്സ് വരെ ആയിരുന്നു തോന്നുന്നു, 14 വയസ്സ് വരെ. അപ്പോൾ അങ്ങനെ ഒരു കൃഷ്ണഭക്തയായ ഒരു വ്യക്തിക്ക് ഗുരുവായൂരമ്പലം എന്ന് പറയുന്നത് സ്വന്തം ഒരു വീട് പോലെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫീലാണ്. അത്രയ്ക്കൊരു പ്രത്യേക ഒരു കണക്ഷനാണ് ആ ഒരു അമ്പലത്തിനോട്. അല്ലെ, നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ ഒരു ഗുരുവായൂർ അമ്പലത്തിനോട് ഒരു പ്രത്യേക കണക്ഷൻ. അങ്ങനെ ഞാൻ ഒരിക്കൽ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ നടന്ന ഒരു സംഭവത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് സംഭവിക്കുമ്പോൾ എനിക്കൊരു 21-22 വയസ്സുള്ളപ്പോഴത്തെ കാര്യമാണ് കേട്ടോ. പക്ഷെ 15 വയസ്സ് കഴിഞ്ഞൊരു 17 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ശൈവിഷം അല്ലെങ്കിൽ ശിവഭഗവാനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗുരുവായൂർ, എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഗുരുവായൂർ പോയി തൊഴുവാനായിട്ട്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ വലിയ ക്യൂ ആണ് ഗുരുവായൂരുള്ളത്. അത്രയും ക്യൂ ഒക്കെ നിന്ന് നമ്മളുടെ സ്വർണ്ണക്കൊടിമരത്തിന് പിന്നിൽ വരെ ക്യൂ എത്തി. അവിടെ നിന്നിട്ടാണ് തൊഴുകുന്നത്. അപ്പോൾ അകത്ത് ശ്രീകോവിലിന് മുന്നിൽ ആ ഒരു ഭാഗത്ത് വേറെ ആരുമില്ല, ഒരു വ്യക്തി മാത്രമുണ്ട്. എനിക്ക് തോന്നുന്നു പരികർമ്മിയോ ആരെങ്കിലും ആയിരിക്കാം, സഹായിക്കാൻ നിൽക്കുന്ന കഴകമോ അങ്ങനെ എന്തെങ്കിലും ഒരാളായിരിക്കാം. ഒരാൾ മാത്രമുണ്ട്. ബാക്കി അവിടെ എല്ലാം എം ടി ആയിട്ടിരിക്കുന്നു. ആ ഒരു വാതിലിന്റെ അവിടെ ഒരു കയറ് വെച്ചിട്ട്, അല്ലെങ്കിൽ അവർ തടഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ചെല്ലുന്ന ആളുകൾ റഷ് ചെയ്ത് കയറാതിരിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് അവിടെ കൊടിമരത്തിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലതുപോലെ നട കാണാൻ പറ്റും. ഞാൻ അവിടെ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ചു. പണ്ട് തൊട്ടേ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് ലിസ്റ്റുമായിട്ടാണ് പോകുന്നത്. ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പോകുന്നത് പോലെ തന്നെയാണ്. അത് തരണേ ഇത് തരണേ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പോകും. പക്ഷെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാല് ഞാൻ സത്യത്തിൽ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. അവിടെ ഇങ്ങനെ ഒരു ധ്യാനനിരതയായി നിൽക്കും എന്ന് വേണമെങ്കിൽ പറയാം. ഭഗവാന്റെ ഭംഗിയും ഭഗവാന്റെ ചാർത്തിന്റെ ഭംഗിയും ഒക്കെ നോക്കി, പക്ഷെ അതേസമയം മന്ത്രം ജപിച്ചുകൊണ്ട് നിൽക്കും. ആ ഒരു ദർശനവും പ്രദക്ഷിണവും കഴിഞ്ഞിറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയിലായിരിക്കും ഓർക്കുന്നത്, അയ്യോ ഞാനത് ചോദിച്ചില്ലല്ലോ എന്ന്. അത് ഞാൻ പണ്ട് തൊട്ടേ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെയും ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കണ്ണുകൾ അടച്ച് ഞാനൊന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയല്ല, പക്ഷെ പ്രാർത്ഥിക്കുകയാണെന്ന് പറയാന്ന് വെച്ചാൽ കണ്ണടച്ച് ധ്യാനനിരതയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചുറ്റും നിന്ന് വിളിച്ചു കൂവി പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട്. പല തരത്തിൽ പ്രാർത്ഥിക്കുന്ന ആളുകളാണല്ലോ. അപ്പം വളരെ അധികം ഭക്തിമയമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നപ്പോൾ നമ്മളുടെ മണിയടിക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ വിചാരിച്ചു നട തുറക്കുവാണെന്ന്. ഞാൻ കണ്ണു തുറന്നപ്പോൾ ഒരു വ്യക്തി, വളരെയധികം പ്രായമുള്ള ഒരു വ്യക്തി, മുഷിഞ്ഞ ഒരു നേരിയത് തോളിലൂടെ ഇങ്ങനെ കവർ ചെയ്തിട്ട് അവിടെ നിൽക്കുന്നു. എനിക്ക് പക്ഷെ നട കാണാൻ പറ്റുന്നില്ല. ഈ വ്യക്തിയാണ് എനിക്ക് മറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞ്, ഇത്രയും ആളുകൾ ഇവിടെ പുറത്ത് നിർത്തിയിട്ട് ഈ ഒരു വ്യക്തിയെ മാത്രം അവിടെ നിർത്തിയേക്കുന്നത് എന്തിനാണ്? ഈ വ്യക്തിക്ക് സൈഡിലേക്ക് നിന്നൂടെ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഹൈറ്റ് കുറവുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ പറഞ്ഞു, ആരുടെ കാര്യമാണ് നീ പറയുന്നത്? ഞാൻ പറഞ്ഞു, ആ നിൽക്കുന്ന ആളെ കണ്ടില്ലേ, അയാൾക്ക് സൈഡിലോട്ട് മാറി നിന്നൂടെ? എനിക്കാണെ കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. പൂണൂല് ധരിച്ചിട്ടുണ്ട്, വളരെ വൃദ്ധനായ ഒരു മനുഷ്യനാണ്. പക്ഷെ എനിക്ക് നല്ലപോലെ മനസ്സിൽ ഒരരിശം തോന്നി. കാരണം എനിക്ക് കാണാൻ കഴിയുന്നില്ല. നടന്നു പറഞ്ഞാൽ എനിക്കൊന്നും കാണത്തില്ല, എനിക്ക് ഈ വ്യക്തിനെ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ്, അവിടെ അതിന് ആരും ഇല്ലല്ലോ, നീ ആരുടെ കാര്യം പറയുന്നത്? ആകെ ഒരാൾ നിൽക്കുന്നത്, അയാൾ ആ സൈഡിലല്ലേ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല, അവിടെ 2 പേരുണ്ട്. ഒരാൾ സൈഡിൽ നിൽക്കുന്ന, അയാൾ നേരത്തെ ഉണ്ടായിരുന്നു. ഈ പുതിയ ആളിനെ ഇപ്പൊ ആരോ കയറ്റിയതാണെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ പ്രാർത്ഥിര്, ഇപ്പൊ ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞു. കാരണം എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ, അവരെന്നെ ഒരു വല്ലാണ്ട് നോക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ആ ഗുരുവായൂരിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ഭഗവാനെ കാണണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ അപ്പോൾ പോകുന്നതും. കാണാൻ പറ്റാത്തതിന്റെ ഒരു ദേഷ്യം വളരെയധികം എനിക്കുണ്ട്. ഞാൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, ഇയാളെ എന്തിനൊന്ന് മാറ്റി നിർത്തിക്കൂടെ? മുമ്പിൽ നിൽക്കുന്നവരൊന്ന് പറയൂ, അയാളുടെ അടുത്തൊന്ന് സൈഡിലേക്ക് മാറാന്ന് പറയൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന 1-2 സ്ത്രീകൾ എന്നെ ഒരു വല്ലാണ്ട് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട്
ഞാൻ കണ്ണടച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കാരണം കണ്ണ് തുറന്ന് നിന്നിട്ടും കാര്യമില്ല. ഞാൻ ഈ വ്യക്തിയാണ് കാണുന്നത്. എനിക്ക് വേറൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ കണ്ണടച്ചു. കണ്ണടച്ച് ഞാന് ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിച്ചു. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം വന്നതാണ് കാണാൻ. എനിക്ക് കാണാ മീൻസ് ദർശനം കിട്ടുന്നില്ല. ചിലപ്പോൾ ഞാനൊരു ശിവഭഗവാന്റെ വഴിയിലേക്ക് പോയത് കൊണ്ടാണോ എന്നൊക്കെ ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചു. വളരെയധികം സങ്കടത്തോടു കൂടി തന്നെയാണ് കണ്ണടച്ചിട്ട് കണ്ണ് തുറന്നു. കണ്ണ് തുറന്നപ്പോൾ ആ വ്യക്തി അവിടെ നിപ്പുണ്ട് അപ്പഴും. ആ ഉടനെ ആ വ്യക്തി അവിടെ സാഷ്ടാംഗം നമിച്ചു. സാഷ്ടാംഗം നമിക്കാൻ കുനിഞ്ഞു. ആ സമയത്ത് എനിക്ക് ഭഗവാന്റെ ദർശനം കിട്ടി. ഞാൻ ഭഗവാനെ കണ്ടു. കൺകുളിരെ ഞാൻ കണ്ട് തൊഴുതു. ഇത് പറയുമ്പോഴും എനിക്ക് രോമാഞ്ചം വരുന്നുണ്ട്. അത് എനിക്ക് പറഞ്ഞാൽ ഇത് എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ആ താഴേക്ക് കുനിഞ്ഞ വ്യക്തി പക്ഷെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ആ പുള്ളിയെ ഞാൻ കണ്ടിട്ടില്ല. ആ പുള്ളി എഴുന്നേൽക്കുന്നത് കണ്ടില്ല. താഴെ സാഷ്ടാംഗം വീണു. പക്ഷെ ആ പുള്ളി എഴുന്നേറ്റിട്ടില്ല. ഞങ്ങളുടെ ക്യൂ ഒക്കെ തുറന്നു. ഞങ്ങൾ നടന്നു പോവാണ്. അപ്പൊ ഞാൻ ആ പടിയിൽ ചവിട്ടി കേറുന്നില്ല. അപ്പൊ എന്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞ് കേറി വാങ്ങുന്നുണ്ട്. എന്നെ പിടിച്ച് ഇങ്ങനെ വലിക്കുന്നുണ്ട് കയ്യില്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആ വ്യക്തി ഇവിടെ സാഷ്ടാംഗം നമിച്ചിട്ട് പിന്നെ എഴുന്നേറ്റിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഭ്രാന്ത്. ശരിയാണ്, മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ ഭ്രാന്ത് പറയാതെ വാ എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. പക്ഷെ ഞാൻ അവിടെ മാക്സിമം ചവിട്ടാതെ സൈഡിലൂടെയാണ് ഞാൻ അന്ന് ആ ക്യൂ കയറിപ്പോയത്. അത് അതെന്താണെന്ന് എനിക്കത് ഇന്നും അറിയില്ല. പക്ഷെ ഞാൻ കണ്ടതാണ്. ഇത് ഹാലുസിനേഷൻ എന്നോ ഇമാജിനേഷനോ എന്നൊക്കെ വളരെയധികം സയൻസിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് പറയാം. പക്ഷെ ഞാൻ അതൊരിക്കലും സമ്മതിച്ചു തരില്ല. അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാൻ ആ വ്യക്തിനെ നല്ലതുപോലെ കണ്ടതാണ്. ആ പ്രായം എനിക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. ആ പുള്ളിയുടെ നേരിയതും മുഷിഞ്ഞ നേരിയതും എനിക്ക് ഇപ്പോഴും കണ്ണിൽ ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു പൂണൂൽ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെ അവിടെ വേറെ ആരും കണ്ടിട്ടില്ല. എന്റെ ഹസ്ബൻഡും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടു എന്ന് പറയുന്നതാണ്. അത് ഹാലുസിനേഷൻ എന്നൊക്കെ പറഞ്ഞ് പറയുന്നവർക്ക് പറയാം. പക്ഷെ എന്റെ അനുഭവമാണ്. അങ്ങനെ ഞങ്ങൾ അന്ന് തൊഴുതു പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ അവിടെ മഞ്ചാടി ഇങ്ങനെ സമർപ്പിക്കത്തില്ലേ, അവിടെ ഞാനിങ്ങനെ നിന്നപ്പോൾ ഒരു കുട്ടി അവിടെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. വളരെ നല്ലൊരു കുട്ടി എന്ന് വെച്ചാൽ വളരെ നല്ലൊരു കുസൃതിയൊക്കെ കാണിക്കുന്ന ഒരു ആൺകുട്ടി. വള്ളിയിൽ കൂടെ നടക്കുന്ന ഒരു ചെറിയൊരു നേരിനെ കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുക. ആ മഞ്ചാടിയൊക്കെ വാരി കളിച്ച് നടക്കുന്നത്. കുറച്ചു നേരം ഞാൻ അവിടെ നോക്കി നിന്നിട്ട് എന്തോ അന്നേരം എന്റെ മനസ്സിലിങ്ങനെ ഓർത്തു, ഇതുപോലൊരു കുഞ്ഞിനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സോട് ഇങ്ങനെ ഒന്ന് ആഗ്രഹിച്ചു. പ്രാർത്ഥിച്ചതൊന്നുമില്ല, ഒന്നിങ്ങനെ ആഗ്രഹിച്ചു. പക്ഷേ എന്റെ കുഞ്ഞുണ്ടായപ്പോൾ ഇത് ആരും വിശ്വസിക്കില്ല. ഇത് ഞാനും ഗുരുവായൂരപ്പനും മാത്രം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. എന്റെ കുഞ്ഞുണ്ടായപ്പോൾ അതേ കുഞ്ഞ് തന്നെയായിരുന്നു. അതേ കുഞ്ഞിന്റെ മുഖം തന്നെയാണ് എന്റെ കുഞ്ഞിന് വന്നത്. പക്ഷെ ജനിച്ച സമയത്ത് എനിക്കത് മനസ്സിലായിട്ടില്ല. കുഞ്ഞ് വളർന്ന് വളർന്ന് വന്നപ്പോൾ ആ മുഖം മാറി എന്നുള്ളതാണ്. ആ നടക്കുന്ന പ്രായം, ആ ഓടി നടക്കുന്ന പ്രായം എത്തിയപ്പോൾ അന്ന് ഞാൻ കണ്ട കുഞ്ഞ് എന്താണോ ആ കുഞ്ഞ് തന്നെയായിരുന്നു എന്റെ കുഞ്ഞ്. ഇത് ഇത് എത്രത്തോളം അൺറിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതെന്ന് എനിക്കറിയില്ല. ഇതെന്റെ ജീവിതത്തിന്റെ അനുഭവമായ കാര്യമാണ്. ഞാൻ അപ്പം തന്നെ ഭഗവാനെ എന്ന് വിളിച്ചു. കാരണം ഞാൻ പ്രാർത്ഥിച്ചതല്ല. അത് ആ കുഞ്ഞിന്റെ ആ ഒരു കുസൃതിയൊക്കെ കണ്ടിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ്. ഇങ്ങനെ ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചതാണ്. അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്കറിയില്ല, അത് വലിയൊരു ഷോക്കായിരുന്നു എനിക്ക്. എന്റെ ലൈഫിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് ഓരോന്നും ചിലപ്പോൾ ഒരു ഒരു സിഗ്നലായിട്ട് ദൈവം എനിക്ക് തന്നതായിരിക്കാം. പക്ഷെ അന്ന് അത് മനസ്സിലാക്കാനുള്ളൊരു കഴിവില്ലായിരുന്നു. സാധാരണ ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ പോകുമ്പോൾ എനിക്കതൊന്നും മനസ്സിലാക്കാനുള്ളൊരു കഴിവില്ലാത്ത സമയമായിരുന്നു. അങ്ങനെ ഒരു ഇൻസിഡന്റ് ആണിത്. ഇതുപോലെ ഒരുപാട് ഇൻസിഡന്റ്സ് ഉണ്ടായിട്ടുള്ളത്. പല അമ്പലങ്ങളിൽ വെച്ചിട്ടും പല രീതിയിൽ എനിക്ക് പല ദർശനങ്ങൾ അല്ലെങ്കിൽ പല വെളിപാടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഞാനൊരു സയൻസിനകത്തേക്ക് ഭയങ്കരമായിട്ടും വിശ്വസിക്കും. ഇതൊക്കെ തോന്നലാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, ഇങ്ങനെ ഇത് തോന്നലാണ് എന്ന് പറയുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ പിന്നെയും പിന്നെയും അനുഭവങ്ങൾ ഉണ്ടായി അവസാനം അവരത് തിരിച്ചറിയുന്ന ഒരു നിമിഷം വരും. കാരണം എന്റെ അടുത്ത് വരുന്ന പല ആളുകളും, അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് പേരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിലൊന്നും വിശ്വാസമില്ലാതെ ഇവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഇതൊക്കെ വിശ്വസിച്ച് വരുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗുരുവായൂരപ്പന്റെ എന്തെങ്കിലും ലീലകളോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ എന്തെങ്കിലും ഒരു അനുഗ്രഹമോ എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ചു. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ വരുന്ന ദർശനങ്ങളോ ഇങ്ങനെ വരുന്ന അനുഭവങ്ങളോ ഒന്നും ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന സമയങ്ങളുണ്ട്. അത് എല്ലാ സമയത്തും നമുക്കത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അങ്ങനെ ഉള്ള സമയങ്ങൾ. പിന്നെ ഞാൻ പല സമയത്തും മനുഷ്യരല്ലാത്തവരെ കണ്ടിട്ടുണ്ട്. അതൊക്കെ മനുഷ്യരാണ് എന്ന് ഞാൻ
എനിക്ക് തോന്നിയിട്ടുള്ള ആം, പക്ഷെ അത് അങ്ങനൊരു വ്യക്തികൾ അവിടെ ഇല്ലാതിരുന്ന സമയങ്ങളുണ്ട്. അന്നൊക്കെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു സൈക്കിക് പവറിലേക്ക് പോകുന്നതാണെന്നൊന്നും എനിക്കന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സമയമായിരുന്നു അത്. അപ്പോൾ ഇത് ഒരു ഇൻസിഡന്റ് ആണ്. ഇനിയും ഞാൻ ജീവിതത്തിലുണ്ടായ പല ഇൻസിഡന്റുകളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എത്ര പേര് വിശ്വസിക്കുന്നു എന്നറിയില്ല. വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിക്കുക, വിശ്വസിക്കാൻ പറ്റാത്തവർ വിശ്വസിക്കാതിരിക്കുക. നിങ്ങളുടെ വിശ്വാസം എന്തായാലും അത് നിങ്ങളെ വിശ്വസിക്കുക. ആ വിശ്വാസം നിങ്ങളെ കാത്തുരക്ഷിക്കും. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരുപോലെയാണ്. താങ്ക് യു.